നേരത്തെ സിപിഎമ്മുമായി ബന്ധമുണ്ടായിരുന്നതോ? ബന്ധമുണ്ടായിരുന്നു. പി വി അൻവറിനൊപ്പമാണ്. ഈ കൊടി ആര് തീരുമാനിച്ചാണ് ഈ നിറം അറിയോ? തീരുമാനിച്ച എനിക്കറിയില്ല. നിങ്ങളിപ്പോ ഈ പരിപാടിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം ഇവിടുന്ന് പോകാനാണോ? പോവാനാണ് മഞ്ചേരിയിലേക്ക് പോകാനും. ഈ കൊടി നേരത്തെയുള്ള തീരുമാനമാണോ ഇന്ന് കിട്ടിയ നിർദ്ദേശമാണോ ഈ നിറത്തിലുള്ള കൊടി എന്നുള്ളത്? ഇത് കൊടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും വ്യക്തമായിട്ട് അറിയണോടെ പറയും. നമുക്ക് എന്താ പറയുക, കൊടി ഇന്ന് കിട്ടിയ തീരുമാനത്തിനനുസരിച്ചാണ് കൊടി ഉപയോഗിക്കുന്നത്. ബാക്കി ഇദ്ദേഹത്തിന്റെ കാര്യത്തില് പേഴ്സണൽ സ്റ്റാഫ് അല്ലേ, നേരത്തെയുള്ള തീരുമാനപ്രകാരമാണോ അങ്ങനെ? ആൾക്കാരാണ് ആദ്യം ഇതിന്റെ മുന്നേ ആൾക്കാരാണ്. ഈ കൊടി ഇപ്പൊ എവിടുന്ന് കിട്ടിയത്? നേരത്തെ നിർദ്ദേശമാണോ ഈ കൊടി? സ്വന്തം നിലയ്ക്ക് കൊണ്ടുവന്നാണോ? സ്വന്തം നിലയ്ക്ക് DMK കൊടി നോക്കിയിട്ട് സ്വന്തം നിലയ്ക്ക് കൊണ്ടുവന്നു. രേഷ്മ, അത് തന്നെയാണ് അവർ പറയുന്നത്. അതായത് DMKയുടെ കൊടിക്ക് സമാനമായ കൊടി അവർ സ്വന്തം നിലയ്ക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അൻവറിന്റെ സംഘടനയുടെ കൂട്ടായ്മയുടെ പേര് DMK എന്നാണ്. അപ്പോൾ നേരത്തെ വാർത്തകളും വന്നിരുന്നു, DMKയുമായി സഹകരിച്ചായിരിക്കും അൻവറിന്റെ പ്രവർത്തനം എന്നുകൂടി വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഈ DMKയുടെ കൊടിക്ക് സമാനമായ കൊടി ഇവർ തന്നെ അൻവറിനോടൊപ്പമുള്ള അല്ലെങ്കിൽ അൻവറിനെ അനുകൂലിക്കുന്നവർ തന്നെ കൊണ്ടുവന്നതാണ്. എന്തായാലും DMK നേതൃത്വം ഈ പ്രവേശനത്തെ അല്ലെങ്കിൽ ഈ സഹകരണത്തെ നിഷേധിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ഈ വിഷയത്തിൽ PV അൻവറിന്റെ പ്രതികരണം എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം ഈ കൊടി ഉപയോഗിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഈ കൊടി ആയിരിക്കുമോ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഈ കൊടിക്ക് സമാനമായ അല്ലെങ്കിൽ DMKയുടെ പതാകയ്ക്ക് സമാനമായ കളറുകളാണ് PV അൻവർ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്ററിലടക്കം ആ കാർഡിന്റെ കളർ പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കൊടിക്ക് സമാനമായ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ മഞ്ചേരിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിലും ഈ സമാനമായ നിറമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ PV അൻവർ തന്നെയാണ് വ്യക്തത തരേണ്ടത്. അല്പസമയത്തിനകം അദ്ദേഹം 5 മണിയോട് കൂടി മഞ്ചേരിയിലെ പരിപാടിക്കായി പുറപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടും. അപ്പോൾ ഒരു